ഹലോ മക്കളെ, അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ +2 റിസൾട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ പെർസെന്റേജ് എത്രയായിട്ട് എന്നുള്ള കാര്യം ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എക്സാമിനറിന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ യൂട്യൂബിലൂടെ ആയിക്കോട്ടെ, ബാച്ചിലൂടെ ആയിക്കോട്ടെ, നിങ്ങളുടെ റിസൾട്ടിലേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പങ്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങൾക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എക്സാമിനറിന്റെ ബാച്ചിൽ പഠിച്ച ഉയരെ ബാച്ചോ ബാക്കി ഏത് ബാച്ചിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. കമന്റ് ബോക്സിന് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട്, ഒഫീഷ്യലി കിട്ടിയ റിസൾട്ട് ഒന്ന് അപ്ലോഡ് ചെയ്ത് നമ്മൾ അറിയിക്കണം. അതെന്തിനാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ റിസൾട്ടിനെ പറ്റിയിട്ട് വളരെ നല്ല അഭിപ്രായമാണ്. അതിന്റെ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷ വാർത്ത ആദ്യം പറയാം. ഫുൾ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 60 കുട്ടികൾക്കാണ് ഈ വർഷം ഫുൾ മാർക്ക് കിട്ടിയത്. ഫുൾ A+ 30,000 കുട്ടികൾക്ക് പ്ലസ് കിട്ടിയിട്ടുണ്ട്. ശതമാനമായിട്ട് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7.2% കുട്ടികൾക്കും ഫുൾ A+ ആണ് കിട്ടിയത്, വിച്ച് ഈസ് എ വെരി ഗുഡ് നമ്പർ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ നമ്പേഴ്സിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്ന് മാത്രമല്ല അതിന്റെ കോണ്ടെക്സ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഈ വർഷത്തെ എക്സാം കുറച്ചും കൂടി കടുപ്പിച്ച രീതിയിലായിരുന്നു അല്ലേ നിങ്ങൾക്ക് വന്നത്. ആ ഒരു ഡിഫിക്കൽട്ടി കൂടിയ സാഹചര്യത്തിലും നിങ്ങൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യം അടിപൊളി കാര്യം തന്നെയാണ്, കമന്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ടു യു. ഇനി സങ്കട വാർത്തയിലേക്ക് വരാം. ഫെയിൽ റേറ്റിന്റെ കാര്യം നമ്മൾ ഈ വർഷം സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞ പോലെ തന്നെയാണ്. 22% ആയിരുന്നു ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും വീണ്ടും 22% സ്റ്റുഡൻസ് ഈ വർഷം ഫെയിൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ പ്രത്യേകിച്ച് ഇപ്പോൾ +1 +2 വരുന്ന കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഇതെല്ലാ വർഷവും നമ്മൾ വാർണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് +2 പാസ്സാവാൻ ഭയങ്കര എളുപ്പമാണെന്നുള്ള കാര്യം. അത്ര എളുപ്പമല്ല. ഓൾമോസ്റ്റ് 5 കുട്ടികളിൽ 1 കുട്ടി എപ്പോഴും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായി പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് പോലും ആവാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രം പറയാണ്. ഓക്കെ, ഒരു വാർണിംഗ് ആയിട്ട് പറയാണ്, അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല. പഠിച്ചാൽ ഇതിൽ പെടില്ല. ഓക്കെ, ഇനി ആരെങ്കിലും നിർഭാഗ്യവശാൽ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണ്, സേ എക്സാം ഉണ്ട്. സേ എക്സാം ജൂൺ 29 സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി നന്നായി പഠിച്ചിട്ട് എങ്ങനെയും പാസ്സായി എടുക്കുക കേട്ടോ. പാസ്സാവാതെ ഇങ്ങനെ ഇരിക്കരുത്. പാസ്സാവാൻ എളുപ്പമാണ്. മര്യാദ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റിസൾട്ടിന്റെ എക്സാമിന്റെ ബാച്ചിൽ പഠിച്ച കുട്ടികൾ നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായും ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ +1, അതായത് ഈ നിങ്ങൾ പഠിച്ച +1 ബാച്ചിലെ ഏറ്റവും ഗംഭീര റിസൾട്ടാണ് കേരളത്തിൽ നമ്മൾ +1 ബാച്ച് ഉണ്ടാക്കിയത്. അത് 20 ഫുൾ മാർക്ക് സ്റ്റുഡൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായത്. ഇംപ്രൂവ്മെന്റിന്റെ എക്സാമും കൂടി കഴിഞ്ഞ ശേഷം 5 കുട്ടികളും കൂടെ +1 520 കിട്ടിയിരിക്കുകയാണ്. അതായത് ടോട്ടൽ 25 സ്റ്റുഡൻസ് ആണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ +1 ബാച്ചിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് +2 റിസൾട്ട് ഇതിനേക്കാളും ഗംഭീരമായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എല്ലായിടത്തും അറിയിക്കാൻ പറ്റില്ല. എല്ലാവരോടും +1 പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ കൂടി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മൾ അറിയിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തവരുണ്ടെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യണം. ഗംഭീര റിസൾട്ടാണ് ഈ വർഷം +2 ഓവറോൾ വന്നത്. എക്സാമിനറിന്റെ കുട്ടികൾക്കും ഗംഭീര റിസൾട്ടാണ് ഇതുവരെ അറിയാൻ സാധിച്ചത്. അത് പക്ഷേ ഒഫീഷ്യലായിട്ട് നിങ്ങൾ എല്ലാവരും അറിയിക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ +2 ഇനി പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് ഇത്രേ പറയാനുള്ളൂ, നന്നായി പഠിക്കാൻ റെഡി ആയിക്കോ. ഓൾറെഡി നമ്മൾ ഉയരെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നമ്മൾ ബാച്ചൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ബാച്ചസ് നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇതിൽ പഠിക്കുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ പഠിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്ത് അതിലെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നല്ല സീരിയസ് ആയിട്ടൊരു പഠനം നിങ്ങൾ പഠിച്ചാലേ +2 നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ നല്ലൊരു മാർക്കിലേക്ക് പരീക്ഷ എത്ര ടഫായിട്ട് വന്നാലും എത്താൻ പറ്റുന്നുള്ള കാര്യം നമ്മുടെ ഈ വർഷത്തെ കുട്ടികൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും കുട്ടികൾ ഫുൾ A+ വാങ്ങിയതിന്റെ അർത്ഥം എന്താണ്, നന്നായി പഠിച്ചാൽ എക്സാം എങ്ങനെ വന്നാലും നല്ല മാർക്കും നല്ല ശതമാനവും ഫുൾ A+ ഒക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം റിയാലിറ്റി തന്നെയാണ് എന്നുള്ള ഈ കുട്ടികൾ തെളിയിച്ചിരിക്കുകയാണ്. പക്ഷെ അതേസമയം അതിന്റെ നേരെ ഓപ്പോസിറ്റ്, മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഉഴപ്പി 10ാം ക്ലാസ് പോലെ അവസാനം പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പെടാനും അത്യാവശ്യം എളുപ്പമാണ്. 2 എക്സ്ട്രീംസും അത്യാവശ്യം എളുപ്പമാണ്. 2 എക്സ്ട്രീംസും നല്ല പോസിബിൾ ആയിട്ടുള്ള എക്സ്ട്രീംസ് ആണ്. അതിൽ ഏതിൽ പോകണം, ഏതിൽ പെടണം എന്നുള്ള കാര്യം നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്ക്, നിങ്ങൾ എത്രത്തോളം പഠിക്കും, എത്രത്തോളം ഹാർഡ് വർക്ക്, എന്തായിരിക്കും നിങ്ങളുടെ മെന്റാലിറ്റി എന്നുള്ള കാര്യം തന്നെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക. 10ാം ക്ലാസ് പോലെയല്ല. 10ാം ക്ലാസ്സിൽ ഈ നമ്പറൊക്കെ 1% താഴെയാണ്.
പ്ലസ് ടു എത്തിയപ്പോൾ കണ്ടില്ലേ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ റിയാലിറ്റി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പഠിക്കുക. ഓൾറെഡി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്തവരാണ് എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. പ്ലസ് ടു റിസൾട്ട് കിട്ടിയ എല്ലാവർക്കും വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ്. കമന്റ് ബോക്സിൽ അറിയിക്കുക. ബാച്ചിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ ലിങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഇനിയും എവിടെ വെച്ചെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സംസാരിക്കുക. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ.